ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് +1 കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. റെഗുലറായിട്ടുള്ള സ്റ്റുഡൻസിന് ഇത് കാണാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ H2O ഒരു കോമ്പൗണ്ടാണ്. H2O ഒരു കോമ്പൗണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കോമ്പൗണ്ടാണ്. ഈ H2O കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സൊക്കെ പല പല കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടാണ് ഉണ്ടാകുന്നത്, അല്ലേ? H2O കാർബൺ ഡൈ ഓക്സൈഡ്. H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ 2 ഉണ്ട്, ഓക്സിജൻ 1 ഉണ്ട്. ഈ ഹൈഡ്രജനും ഓക്സിജനും വെറുതെ അങ്ങോട്ട് കമ്പൈൻ ചെയ്തതല്ല. ചില ലോസ്, ചില നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ ആറ്റംസ് അല്ലെങ്കിൽ ഈ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കെമിക്കൽ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലോസ് നിയമങ്ങളാണ് പറയുന്നത്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ലോയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ്, സംരക്ഷണമാണ്, അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ സംരക്ഷണം. ലാവോയിസി എന്ന് പറയുന്ന ആളാണ് 1789 ഇത് കണ്ടുപിടിച്ചത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻസ് തമ്മിൽ പ്രവർത്തിച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു, അല്ലേ? അപ്പോൾ പ്രവർത്തിച്ച് തീരുന്ന റിയാക്റ്റൻറ്റിൻ്റെയും ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെയും മാസ് സെയിം ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദി ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻസ് കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി പ്രൊഡക്റ്റ് ഫോംഡ്. റിയാക്റ്റൻറ്റ് കൺസ്യൂം ചെയ്യുന്ന മാസ്, എത്ര മാസ് റിയാക്റ്റൻ്റാണോ കൺസ്യൂം ചെയ്യുന്നത് അതും എത്ര മാസ് പ്രൊഡക്റ്റാണോ ഉണ്ടാവുന്നത് അതും ഈക്വലായിരിക്കും. അതായത് റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും മാസ് ഈക്വലായിരിക്കും. ഇപ്പോൾ 2 കിലോ റിയാക്റ്റൻസ് പ്രവർത്തിച്ചാൽ 2 കിലോ പ്രൊഡക്റ്റിന് ഉണ്ടാവും. ആ മാസ് എങ്ങോട്ടും പോയില്ല, പുതിയതായിട്ടൊരു മാസ് വരികയും ചെയ്തില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദി ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻസ് കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്ട്സ് ഫോംഡ്. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. എങ്ങനെ പറയാം? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്ററിനെ നെയ്തർ ബി ക്രിയേറ്റഡ് ഒരിക്കലും ഉണ്ടാക്കുവാൻ കഴിയില്ല, നോർ ബി ഡിസ്ട്രോയിഡ് ഒരിക്കലും നശിപ്പിക്കുവാനും കഴിയില്ല. അപ്പോൾ ഒന്നാമത്തെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ ഒന്നാമത്തെ ലോയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലാവോയിസിയാണ് കണ്ടുപിടിച്ചത്. ഈ 2 രീതിയിലും ആ ലോ നമുക്ക് പറയാം. അടുത്ത ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ എന്ന് പറയും. ജോസഫ് ഫ്രോസ്റ്റാണ് കണ്ടുപിടിച്ചത്. 1798 പേര് ഓർത്തിരിക്കുക, ജോസഫ് ഫ്രോസ്റ്റാണ് അയാളുടെ പേര്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് അതെന്താണ് പറയുന്നത്? ദി സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദി സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ടുഗദർ ഇൻ ദി സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാന്ന് എനിക്കറിയാം. എക്സാമ്പിൾ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലേ? എങ്ങനെയൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലേ? നമ്മൾ ഓക്സിജൻ അകത്തോട്ട് പോയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്തെല്ലാം ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്? കാർബണും ഓക്സിജനും. കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റും ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻറ്റും, അങ്ങനെ 2 എലമെൻറ്റുകൾ ചേർന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ എന്ന് പറയുന്നത് 12 ഗ്രാമാണ്. കാർബണിൻ്റെ ആറ്റോമിക മാസ് 12 ഗ്രാമാണെന്ന് നമുക്കറിയാം. ഓക്സിജൻ്റെ ആറ്റോമിക മാസ് 16 ഗ്രാമാണ്, 16 ഗ്രാമാണ്. O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻസ് ഉണ്ട്, അപ്പോൾ 32 ഗ്രാമാണ്. കാർബൺ ഡൈ ഓക്സിജൻ്റെയും റേഷ്യോ നമുക്ക് നോക്കാം. ഇവിടെ മാസ് റേഷ്യോ കാർബണിൻ്റെ 12 ഓക്സിജൻ്റെ 32 അപ്പോൾ 12:32 ആണ്. ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം. അല്ലേ? കട്ട് ചെയ്ത് ചെറുതാക്കുമ്പോൾ എത്രയാണ്? 4 കൊണ്ട് കട്ട് ചെയ്യാം. 3:8. എവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയാലും ആ 3:8 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് ദി സെയിം കോമ്പൗണ്ട്, ഒരേ കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. എവിടെ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സെയിം തന്നെയാണ്. ദി സെയിം കോമ്പൗണ്ട്
ഓൾവേസ് കണ്ടെയ്ൻസ്, ആ സെയിം കോമ്പൗണ്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത് ദി സെയിം എലമെൻറ്റ്സ് ആയിരിക്കും. ആ സെയിം എലമെൻറ്റ്സ് ആയിരിക്കും കമ്പൈൻഡ് ടുഗദർ ഇൻ ദി സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഒരേ പ്രൊപ്പോർഷനിൽ മാസ് ചേർന്നിരിക്കുന്ന ഒരേ എലമെൻറ്റ്സ് തന്നെയായിരിക്കും ഒരേ കോമ്പൗണ്ടിൽ കാണുക. അപ്പോൾ സെയിം കോമ്പൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കുക, അവിടെ അതിനകത്ത് സെയിം എലമെൻറ്റ്സ് ആയിരിക്കും. ആ കോമ്പൗണ്ട് എവിടെ നിന്ന് എടുത്താലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സെയിം എലമെൻറ്റ്സ് ആയിരിക്കും. ആ സെയിം എലമെൻറ്റ്സ് സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്, അതിൻ്റെ മാസിൻ്റെ പ്രൊപ്പോർഷൻ ഫിക്സ്ഡ് ആയിരിക്കും. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചത്. നമുക്ക് അടുത്ത ലോ എടുക്കാം. അടുത്ത ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്, ജോൺ ഡാൾട്ടൺ 1803 ജോൺ ഡാൾട്ടൺ കണ്ടുപിടിച്ച ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ 2 എലമെൻറ്റ്സ്, 2 എലമെൻറ്റുകൾ കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, 2 എലമെൻറ്റ്സുകൾ കമ്പൈൻ ചെയ്തിട്ട് മോർ ദാൻ 1 കോമ്പൗണ്ട്, ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുന്നു. 2 കോമ്പൗണ്ടുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുന്നു. 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുന്നു. എക്സാമ്പിളിന് കാർബൺ ഓക്സിജനും ചേർന്നാൽ കാർബൺ മോണോക്സൈഡും ഉണ്ടാവാം, കാർബൺ ഡയോക്സൈഡും ഉണ്ടാവാം. അപ്പോൾ 2 എലമെൻറ്റ്സുകൾ ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ when 2 elements combine to form more than 1 compound, the different masses of one of the element, ഒരു എലമെൻറ്റിൻ്റെ മാസ് ഡിഫറൻ്റ് ആണ്. ഞാൻ പറയാം, ഈ കാർബണും ഓക്സിജൻ, ഈ കാർബൺ 12 ഗ്രാമാണ്, ഓക്സിജൻ 16 ഗ്രാമാണ്. ഇവിടെ കാർബൺ 12 ഗ്രാമാണ്, ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ എന്താണ്? 32 ഗ്രാമാണ്. അപ്പോൾ ഡിഫറൻറ്റ് മാസ് ഓഫ് വൺ ഓഫ് ദി എലമെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരു എലമെൻറ്റ് കാർബണും ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായിരിക്കുന്ന 2 എലമെൻറ്റ് കൊണ്ടാണ്. ഇതിനകത്ത് ഒരു എലമെൻറ്റിൻ്റെ മാസ് 2ലും ഡിഫറൻ്റ് ആണ്. കാർബണിൻ്റെ മാസ് സെയിം ആണ്, 2ലും 12. പക്ഷേ ഓക്സിജൻ്റെ മാസ് ഒരെണ്ണത്തിൽ 16 ഒരെണ്ണത്തിൽ 32. അപ്പോൾ വെൻ 2 elements combine to form more than 1 compound, the different mass of one of the element, ഒരു എലമെൻറ്റിൻ്റെ മാസ് ഡിഫറൻ്റ് ആണ്, വിച്ച് കമ്പൈൻ വിത്ത് എ ഫിക്സ്ഡ് മാസ് ഓഫ് ദി അതർ. ഈ ഡിഫറൻറ്റ് മാസുള്ള ഓക്സിജൻ, ഇതിനകത്ത് 16ഉം ഇതിനകത്ത് 32 ഗ്രാം മാസുള്ള ഓക്സിജൻ ഒരു ഫിക്സ്ഡ് മാസ്, കാർബണിൻ്റെ മാസ് ഫിക്സ്ഡ് ആണ് 12, ഫിക്സ്ഡ് മാസുള്ള ഒരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതൊരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. അതായത് കാർബൺ എന്ന് പറയുന്നതിൻ്റെ 2 കോമ്പൗണ്ടിലെ മാസ് ഫിക്സ്ഡ് ആണ്. എന്നാൽ അതിനോട് ചേർന്നിരിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മാസ് ഡിഫറൻ്റ് ആണ്. ആ ഡിഫറൻറ്റ് മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതിനകത്ത് 16, ഇതിനകത്ത് 32. റേഷ്യോ എന്താണ്? ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അതായത് 2 എലമെൻറ്റ്സ് ചേർന്ന് 2 കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സ്ഡ് ആണ്, എന്നാൽ മറ്റേ എലമെൻറ്റിൻ്റെ മാസ് ഡിഫറൻ്റ് ആണ്. ആ ഡിഫറൻറ്റ് മാസുള്ള എലമെൻറ്റിൻ്റെ 2 കോമ്പൗണ്ടിലെയും മാസ് റേഷ്യോ 16ഉം 32, അതൊരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ആളാണ് 1803 മുമ്പോട്ട് വെച്ചത് ഈ ലോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഗലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്ന് പറയുന്ന 4ാമത്തെ ലോ നോക്കാം. അതാണ് ഗലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. അതെന്താണ്? ഇത് ഗ്യാസിനെ മാത്രം ബാധിക്കുന്ന ഒരു ലോയാണ്. ഗ്യാസസുകൾ പ്രവർത്തിച്ചിട്ട് ഗ്യാസസുകൾ തന്നെ ഉണ്ടാകുന്നു. റിയാക്റ്റൻസും ഗ്യാസാണ്, പ്രൊഡക്റ്റും ഗ്യാസാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ലോ ആപ്ലിക്കബിൾ ആവുന്നത്. വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രൊഡക്റ്റ്, ഗ്യാസുകൾ കമ്പൈൻ ചെയ്ത് ഗ്യാസുകൾ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. എക്സാമ്പിളിന് ഗ്യാസായ ഹൈഡ്രജനും ഗ്യാസായ ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഗ്യാസ് ഉണ്ടാകുന്നു. അപ്പോൾ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രൊഡക്റ്റ്. എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി വോളിയൂംസ് ഓഫ് ദി റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റൻ്റെയും വോളിയം എടുക്കുക. H2 എന്ന് പറയുന്നത് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഒരു വോളിയം H2ഉം ഒരു വോളിയം ക്ലോറിനും ചേർന്ന് 2 വോളിയം HCl ഉണ്ടാകുന്നു. H2 + Cl2 gives 2HCl എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് H2 ഒന്നുണ്ട് ഇവിടെ, അത് എഴുതിയിട്ടില്ലാന്നേ ഉള്ളൂ. 1 മോൾ H2ഉം 1 മോൾ ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്ത് 2 മോൾ HCl ഉണ്ടാകുന്നു. അപ്പോൾ ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗ്യാസസ് തന്നെ പ്രൊഡക്റ്റായിട്ടുണ്ടാകുമ്പോൾ ഈ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും വോളിയത്തിൻ്റെ റേഷ്യോ, ഇതിൻ്റെ വോളിയം 1 ആണ്, ഇതിൻ്റെ വോളിയം 1 ആണ്, ഇതിൻ്റെ വോളിയം 2 ആണ്.
ഇതിൻ്റെ റേഷ്യോ എന്താണ്? ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. 1:1:2 എന്ന് പറയുന്ന ഒരു സിമ്പിൾ റേഷ്യോ ആണ്. ഇതാണ് ഗലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്ന് പറയുന്ന 4ാമത്തെ ലോ. നമുക്ക് 5ാമത്തെ ലോ ഉണ്ട്. 5ാമത്തെ ലോയാണ് അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്. അവഗാഡ്രോയുടെ ലോ ആണ് 5ാമത്തെ ലോ. എന്താണ് അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്? അമീഡിയോ അവഗാഡ്രോ എന്ന് പറയുന്ന ആൾ. അവഗാഡ്രോ എല്ലാവർക്കും അറിയാം. അവഗാഡ്രോ നമ്പറൊക്കെ നമുക്കറിയാം. 1811 1811 ഈ ലോ വെച്ച്. എന്താണ് ഇദ്ദേഹം ഈ ലോ പറഞ്ഞത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ ഗലൂസാക്കിൻ്റെ ലോ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഗ്യാസസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഗ്യാസസ് തന്നെ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാവുന്നു. അപ്പോൾ ഒരു സിമ്പിൾ റേഷ്യോ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും തമ്മിൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷറിലായിരിക്കണം കേട്ടോ. എപ്പോഴും അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആവണം. അങ്ങനെ കൂടി പറഞ്ഞു, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അവഗാഡ്രോസിൻ്റെ ഹൈപ്പോത്തിസിസ് ഇതുപോലെ തന്നെ എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പ്രഷറും ടെമ്പറേച്ചറും ഒരേപോലെ ആയിരിക്കുക. പ്രഷറും ടെമ്പറേച്ചറും ഒരേപോലെയാണ് എങ്കിൽ ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ്, ഏതൊരു ഗ്യാസും ഈക്വൽ വോളിയം എടുക്കുക. ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ദി സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഏതൊരു ഗ്യാസും സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ഈക്വൽ വോളിയം എടുത്താൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇതാണ് അവഗാഡ്രോ പറയുന്നത്. എക്സാമ്പിളിന് നമുക്ക് നോക്കാം. നമ്മൾ 22.4 ലിറ്റർ H2 എടുത്തു, 22.4 ലിറ്റർ ഓക്സിജൻ എടുത്തു, 22.4 ലിറ്റർ ക്ലോറിൻ എടുത്തു. ഈ 3 ഗ്യാസും 22.4 ലിറ്റർ എടുത്തു. ഈക്വൽ വോളിയം എടുത്തു. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷറാണെങ്കിൽ ഇതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇതിനകത്ത് എല്ലാത്തിലെയും മോളിക്യൂൾസിൻ്റെ എണ്ണം തുല്യമായിരിക്കും. നമുക്കറിയാം 22.4 ലിറ്റർ ഹൈഡ്രജൻ എടുത്താൽ അത് ഒരു മോളായിരിക്കും. 22.4 ലിറ്റർ ഓക്സിജൻ എടുത്താൽ മോളായിരിക്കും. അപ്പോൾ ഏതൊരു ഗ്യാസും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും 22.4 എടുത്താൽ അതൊരു മോളായിരിക്കും. ആ 22.4 ലിറ്റർ എന്ന് പറയുന്ന വോളിയത്തിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസിലായിരിക്കും. ഇത്രയും ഹൈഡ്രജൻ 22.4 എടുക്കുക, ഓക്സിജൻ എടുക്കുക 22.4 ലിറ്റർ, ക്ലോറിൻ എടുക്കുക 22.4 ലിറ്റർ. മൂന്നിൻ്റെയും മോളിക്യൂളുകളുടെ എണ്ണം തുല്യമായിരിക്കും. അതാണ് അവഗാഡ്രോ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി 10ൽ പഠിച്ചതാണ് അല്ലേ. എന്താണ്? ഏതൊരു ഗ്യാസും ഒരു മോൾ എടുത്താൽ, അല്ലെങ്കിൽ 22.4 ലിറ്ററാണ് ഒരു മോൾ. ഏതൊരു ഗ്യാസും 22.4 ലിറ്റർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും എടുത്താൽ ഒരു മോളാണ്. ഏതൊരു ഗ്യാസും ഒരു മോൾ എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇതാണ് അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്. ഇങ്ങനെ നമ്മൾ 4 ലോസാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്.